നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് കൈത്താങ്ങായി AIYF തൃശൂർ ജില്ലാ കമ്മിറ്റികൾ. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി കേന്ദ്രത്തിന് കൈമാറുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ തൃശൂർ ജില്ലയിലെ കൊരട്ടിയെയും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് സനീഷ് കുമാർ ജോസഫ് MLA കത്ത് നൽകി. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിലും മറ്റ് മത്സര പരീക്ഷകളിലും സമഗ്ര പരിഷ്കാരങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. സംസ്ഥാനത്തെ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 1320 രൂപയാണ് കുറഞ്ഞത്. മേലൂർ കുന്നിൽ കിണറ്റിൽ വീണ അമ്മയെയും കുഞ്ഞിനെയും എയർഫോഴ്സ് എത്തി രക്ഷിച്ചു. വാർത്തകൾ വിശദമായി. മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് കൈത്താങ്ങായി AISF തൃശൂർ ജില്ലാ കമ്മിറ്റികൾ. അൻപോട് മലക്കപ്പാറ എന്ന പേരിൽ ഇരു സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ LP UP ക്ലാസുകളിൽ പഠിക്കുന്ന മലക്കപ്പാറയിലെ മുഴുവൻ തോട്ടം തൊഴിലാളികളുടെയും മക്കൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മലക്കപ്പാറയിൽ നടന്ന വിതരണോദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ നിർവഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അർജുൻ മുരളീധരൻ, AITUC ചാലക്കുടി മണ്ഡലം സെക്രട്ടറി ബാബുരാജ്, AITUC ജില്ലാ കമ്മിറ്റി അംഗം KK ശിവൻകുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഹേശ്വരി കാളീശ്വരരാജ്, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ് എന്നിവർ സംസാരിച്ചു. PSC റേഞ്ച് ഓഫീസർ പരീക്ഷയിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ തൃശൂർ സ്വദേശിനി PS അമ്മുവിനെ ചടങ്ങിൽ AITUC മലക്കപ്പാറ യൂണിയൻ ആദരിച്ചു. നിലവിൽ വാൽപ്പാറ എസ്റ്റേറ്റ് മാനേജറായി ജോലി ചെയ്തു വരികയാണ് അമ്മു. തോട്ടം തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടപ്പുഴ തടയണയിൽ വീണ്ടും അപകടം. കൂടപ്പുഴ ഭാഗത്ത് നിന്ന് മേലൂർ ഭാഗത്തേക്ക് തടയണയിലൂടെ നടന്നുപോയ 58 വയസ്സുള്ള മേലൂർ 1ാം വാർഡ് സ്വദേശി വെള്ളാച്ചേരി വീട്ടിൽ ഗിരിജനാണ് അപകടത്തിൽപ്പെട്ടത്. ശബ്ദം കേട്ട് കൂടപ്പുഴ അമ്പലത്തിലെ പൂജാരി പ്രദീപ് ശർമ്മ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ചാലക്കുടി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയുടെയും നേതൃത്വത്തിൽ കൂടപ്പുഴ തടയണയിൽ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ആളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ചാലക്കുടി പുഴയിൽ കൂടപ്പുഴ ആറാട്ടുകടവ് തടയണയിലൂടെ കൂടപ്പുഴയിൽ നിന്ന് മേലൂരിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ട് പുഴയിലേക്ക് ഒഴുകിപ്പോയത്. അപകടത്തിന് മുമ്പ് മേലൂരിൽ നിന്ന് തടയണ വഴി തന്നെയാണ് ഗിരിജൻ ഇക്കരെ എത്തിയത്. കുറച്ച് സമയത്തിനകം തിരിച്ച് പുഴ കടക്കുമ്പോഴായിരുന്നു അപകടം. മഴക്കാലമായതിനാൽ വെള്ളം ഉയരുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും സ്കൂബ ഡൈവറുമായ അനിൽ മോഹനും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ TD ദീപവും ചേർന്നാണ് പുഴയിലിറങ്ങി ആളെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. സേനാംഗങ്ങളായ SA ആദർശ്, റെജി S വാര്യർ,
കെ അരുൺ, അഖിൽ ആർ നായർ, വി എൻ അരുൺ, സൂരജ് കുമാർ, വിൻസി ഡേവിസ്, സിവിൽ ഡിഫൻസ് അംഗം എസ് ജോമോൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. റോഡ് വക്കിലെ മരങ്ങൾ അശ്രദ്ധമായി മുറിക്കുന്നതിനിടെ മരത്തിനു താഴെ കൂടി വലിച്ചിരുന്ന ഇന്റർനെറ്റ്, കേബിൾ TV കേബിളുകൾ പലയിടത്തായി മുറിഞ്ഞു. ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ പൂവത്തിങ്കൽ ഭാഗത്താണ് റോഡ് വക്കിലെ മരം മുറിക്കുന്നതിനിടെ കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചത്. പലയിടത്തായി കേബിളുകൾ മുറിഞ്ഞതോടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനവും കേബിൾ TV സിഗ്നലുകളും തടസ്സപ്പെട്ടു. KSEB അധികൃതരെ അറിയിക്കാതെയും വൈദ്യുതി ലൈനുകൾ ഓഫ് ചെയ്യാതെയുമാണ് മരങ്ങൾ മുറിച്ചതെന്നും പലയിടത്തും വൈദ്യുതി തകരാറ് സംഭവിച്ചതായും നാട്ടുകാർ ആരോപിച്ചു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി കേന്ദ്രത്തിന് കൈമാറുന്ന സ്ഥലങ്ങളിലെ പട്ടികയിൽ തൃശൂർ ജില്ലയിലെ കൊരട്ടിയെയും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് സനീഷ് കുമാർ ജോസഫ് MLA കത്ത് നൽകി. കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നത് ഏറെ നാളെയുള്ള ആവശ്യമാണെന്നും ഉചിതമായ സ്ഥലം ശുപാർശ ചെയ്യാത്തതാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നതെന്നും റോഡും കുടിവെള്ളവുമുള്ള 200 ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് 2014 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണെന്നും MLA കത്തിൽ ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലാണെന്നും പൂട്ടിപ്പോയ കേന്ദ്ര ഗവൺമെന്റ് പ്രസ്, വൈഗൈ ത്രെഡ്സ്, തിരുമുടിക്കുന്ന് ത്വക്ക് രോഗാശുപത്രിയുടെ 100 ഏക്കർ ഉൾപ്പെടെ ഏതാണ്ട് 258 ഏക്കർ ഭൂമി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുണ്ടെന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാതെ സർക്കാർ ഭൂമിയിൽ തന്നെ എയിംസ് നിർമ്മിക്കുവാൻ കഴിയുമെന്നും MLA കത്തിൽ പരാമർശിച്ചു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒരേ സമയം കൊണ്ട് യാത്ര ചെയ്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ കേരളത്തിലായി ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇടമാണ് കൊരട്ടി പ്രദേശം എന്നതും പ്രത്യേകമായി അറിയിച്ചു. കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പ്രസ്തുത സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനുള്ള ഗതാഗത സൗകര്യങ്ങളും ജലലഭ്യതയ്ക്കായി ചാലക്കുടി പുഴയുടെ സാന്നിധ്യം അടക്കമുള്ള അനുകൂല ഘടകങ്ങളും MLA കത്തിലൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിലും മറ്റ് മത്സര പരീക്ഷകളിലും സമഗ്ര പരിഷ്കാരങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. ആവർത്തിച്ചുണ്ടാകുന്ന ക്രമക്കേടുകൾ രാജ്യത്തെ പ്രവേശന പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഗുരുതര ഭീഷണിയാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷയിലെ ക്രമക്കേടുകൾ, സാങ്കേതിക തകരാറുകൾ, മൂല്യനിർണ്ണയത്തിലെ അപാകതകൾ എന്നിവയെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള റിപ്പോർട്ടുകൾ നീറ്റിലുള്ള ജനവിശ്വാസം തകർത്തതായി റോജി എം ജോൺ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പ്രവേശന പരീക്ഷയുടെ സുതാര്യത, നിഷ്പക്ഷത, സമഗ്രത എന്നിവയെക്കുറിച്ച് ഈ സംഭവ വികാസങ്ങൾ ഗുരുതര ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വിവാദങ്ങൾ കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിച്ചുവെന്നും ഇതിനോട് കൃത്യമായി പ്രതികരിക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്നും മന്ത്രി വിമർശിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നീറ്റ് പരീക്ഷയാണ്. പരീക്ഷയെ ചൊല്ലിയുള്ള ആരോപണങ്ങളും അന്വേഷണങ്ങളും കോടതി ഇടപെടലുകളും വിവാദങ്ങളും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനത്തിനും ഇടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഗുരുതര വീഴ്ചകൾ പുറത്തു വന്നിട്ടും കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും സ്ഥിതിഗതികളുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാനും തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ്, CUET UG, UG CCSIR പരീക്ഷകൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, CBSE പരീക്ഷകൾ എന്നിവയെ ചൊല്ലിയുള്ള ആവർത്തിച്ചുണ്ടാകുന്ന വിവാദങ്ങൾ ദേശീയ പരീക്ഷാ സംവിധാനത്തിന്റെ ഘടനാപരമായ പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പരീക്ഷ
പരീക്ഷാ ക്രമക്കേടുകളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. ഭരണപരാജയങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ദേശീയ പരീക്ഷകളിൽ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനായി ശക്തമായ സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങളും സ്വതന്ത്രമായ മേൽനോട്ടവും സമഗ്രമായ നിയമനിർമ്മാണവും ഏർപ്പെടുത്താൻ അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം എന്നതിനാൽ ഫെഡറൽ തത്വങ്ങൾ പാലിച്ച് സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച ശേഷമേ ദേശീയ പ്രവേശന പരീക്ഷകളിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കാവൂ എന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. പ്രമേയത്തെ എതിർത്ത BJP MLA V മുരളീധരൻ നീറ്റ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആശങ്കകൾ ന്യായമാണെന്ന് സമ്മതിച്ചെങ്കിലും വീഴ്ചകൾ പുറത്തുവന്നയുടൻ കേന്ദ്ര സർക്കാർ ഉടനടി നടപടിയെടുത്തതായി വാദിച്ചു. കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. നീറ്റ് പരീക്ഷ നരേന്ദ്രമോദി സർക്കാർ അല്ല കൊണ്ടുവന്നത്. ഈ വീഴ്ചകൾ വെളിച്ചത്ത് വന്ന നിമിഷം തന്നെ കേന്ദ്ര സർക്കാർ നിർണായകമായി ഇടപെട്ടു. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേതൃത്വത്തിൽ പുനഃപരീക്ഷകൾ നടത്തിയെന്നും മുരളീധരൻ പറഞ്ഞു. പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിന് പകരം സർക്കാരിന്റെ ഇടപെടലുകളെ അഭിനന്ദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഭേദഗതി നിർദ്ദേശിച്ചു. എന്നാൽ ഭേദഗതി നിർദ്ദേശം സഭ അംഗീകരിച്ചില്ല. വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. സെപ്റ്റംബർ ഒഴികെ ജൂലൈ മുതൽ ഡിസംബർ വരെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാം എന്ന് ഉത്തരവിൽ പറയുന്നു. വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ വ്യാപക വിമർശനമുള്ളതായി കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് 1 മണിക്കൂർ മുമ്പെങ്കിലും ഉപഭോക്താക്കളെ അറിയിക്കണം എന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. മൺസൂൺ ശക്തിപ്പെടുമ്പോൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന്റെ ബാധ്യത കുറയ്ക്കാൻ KSEB ശ്രമിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുൻ വർഷങ്ങളിലെ ജൂൺ മാസങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലും പീക്ക് ആവശ്യകതയിലും ഗണ്യമായ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലവർഷത്തിലുണ്ടായ ഗണ്യമായ കുറവ് മൂലം നിലവിൽ KSEBയുടെ അണക്കെട്ടുകളിൽ സംഭരണശേഷിയുടെ 20.89% മാത്രമാണ് വെള്ളമുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ജലസംഭരണികളിൽ 58.58% വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ കുറവ്. ജൂൺ മാസത്തിൽ പ്രതീക്ഷിച്ച അളവിൽ മഴ ലഭിക്കാതിരുന്നതാണ് നിലവിലെ ഈ സാഹചര്യം രൂപപ്പെടാൻ പ്രധാന കാരണം. സംസ്ഥാനത്തെ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. വ്യാഴാഴ്ച തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്ര തീരത്തോട് ചേർന്ന് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലകൊള്ളുന്നു. വടക്കൻ തെലങ്കാനയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായുള്ള ചക്രവാത ചുഴി തുടരുന്നു. ജൂലൈ 3 വരെ കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷം ആരംഭിച്ച് 1 മാസം പൂർത്തിയാകുമ്പോൾ വൈദ്യുതി ഉത്പാദനത്തിൽ ആശ്രയിക്കുന്ന പ്രധാന ഡാമുകളിൽ ജലനിരപ്പ് 20% താഴെ. ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 23.19%, പത്തനംതിട്ടയിലെ ശബരിഗിരി പദ്ധതിയുടെ ജലസംഭരണികളായ കക്കി, ആനത്തോട്, കൊച്ചുപമ്പ ഡാമുകളിൽ സംഭരണശേഷിയുടെ 21.79% എന്നിങ്ങനെയാണ് ഇന്നലത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം KSEB ഡാമുകളിലെ ശരാശരി സംഭരണ നില 52.4%. 1 മാസം ലഭിച്ച മഴയുടെ കണക്കെടുത്താൽ സംസ്ഥാനത്തെ ശരാശരിയേക്കാൾ 34% കുറവാണ്. ഇത് തുടർന്നാൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തമാകുന്ന വർഷങ്ങളിൽ കാലവർഷക്കാറ്റിന്റെ ശക്തി കുറവാണ്. ഇത്തവണ സംസ്ഥാനത്ത് പെയ്ത മഴയിൽ കൂടുതലും തീരപ്രദേശത്തും ഇടനാട്ടിലുമാണ്. സംസ്ഥാനത്തെ പ്രധാന ഡാമുകളെല്ലാം മലയോരത്താണ്. ഈ ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇത്തവണ മഴ കുറവായിരുന്നു. വീണ്ടും കുരുതിക്കളമായി അങ്കമാലി ടെൽക്ക് പരിസരം. ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് വളവിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ ആറാട്ടുപുഴ സ്വദേശി 34 വയസ്സുള്ള ശരത്താണ് മരിച്ചത്.
തിങ്കളാഴ്ച രാത്രി 11:30 അപകടം. ഉടനെ അങ്കമാലി LF ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. വീട്ടിൽ നിന്നും ഏലൂരിലെ വ്യവസായ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അങ്കമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 1320 രൂപയാണ് കുറഞ്ഞത്. 1,02,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 165 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാമിന് 12,845 രൂപയാണ് വില. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വിലകയറ്റം നിയന്ത്രിക്കുന്നതിന് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടുമെന്ന റിപ്പോർട്ടുകളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇറാൻ സമാധാന കരാറിനെ തുടർന്ന് എണ്ണവില ഗണ്യമായി കുറഞ്ഞതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മുറ്റത്തിട്ടിരിക്കുന്ന ഇന്നോവ കാർ തല്ലിത്തകർത്ത് നാശനഷ്ടം വരുത്തുകയും ചെയ്ത കേസിലെ പ്രതിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം പാറക്കടവ് കോടിശ്ശേരി വട്ടപ്പറമ്പ് സ്വദേശി മാനന്താനത്ത് വീട്ടിൽ 31 വയസ്സുള്ള സജീവാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 3:15 സംഭവം. പരാതിക്കാരനായ കൊരട്ടി കിഴക്കുമുറി വില്ലേജ് പൊങ്ങം സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ 41 വയസ്സുള്ള സിബി തോമസിനോടുള്ള മുൻ വൈരാഗ്യത്താലാണ് പ്രതി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത്. തുടർന്ന് മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് കല്ലുകൊണ്ട് തല്ലി തകർക്കുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ആക്രമണം തടയാൻ ചെന്ന പരാതിക്കാരന്റെ പിതാവ് 73 വയസ്സുള്ള തോമസിനെ പ്രതി കല്ലുകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കൊരട്ടി പോലീസ് SHO A ഹബീബുള്ള, ഗ്രേഡ് SI സുമേഷ്, ഗ്രേഡ് SCPO ഉണ്ണികൃഷ്ണൻ, CPOമാരായ ശ്രീജിത്ത്, ജിതിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മേലൂർ കുന്നിൽ കിണറ്റിൽ വീണ അമ്മയെയും കുഞ്ഞിനെയും ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. മേലൂർക്കുന്ന് പുതുശ്ശേരി വീട്ടിൽ സൈന സന്തോഷ്, മകൾ 6 വയസ്സുകാരി അന്ന സന്തോഷ് എന്നിവരാണ് കിണറ്റിൽ വീണത്. രക്ഷാപ്രവർത്തനത്തിനായി അയൽവാസിയായ TK ജോഷി കിണറിൽ ഇറങ്ങി. അമ്മയെയും കുഞ്ഞിനെയും വെള്ളത്തിന് മുകളിൽ പിടിച്ചു നിൽക്കുകയും ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ചാലക്കുടി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ ജ്യോതിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ മോഹൻ കിണറ്റിൽ ഇറങ്ങി 3 പേരെയും നെറ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റുകയുമായിരുന്നു. സേനാംഗങ്ങളായ PR രതീഷ്, SA ആദർശ്, K അരുൺ, അഖിൽ R നായർ, VN സൂരജ് കുമാർ, വിൻസി ഡേവിസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലെ കൈ നോക്കണേ ഇവിടെ കുറച്ചോളൂ. മലയോര മേഖലയിൽ വന്യജീവികൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. കാട്ടാന ആക്രമണത്തിൽ തെങ്ങ് മുതലായവ കടയോടെ നശിപ്പിക്കുന്നതുകൂടാതെ മലയണ്ണാന്മാർ തെങ്ങിലെ മച്ചിങ്ങ മുതൽ നശിപ്പിക്കുകയാണ്.
പന്നിശല്യം മൂലം കപ്പ മുതലായ വിളകളും കർഷകർക്ക് അന്യമാവുകയാണ്. വന്യജീവി ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിക്കുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും തങ്ങളുടെ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് കർഷകരെ അനുവദിക്കണമെന്നും കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് കൈത്താങ്ങായി AIYF തൃശൂർ ജില്ലാ കമ്മിറ്റികൾ. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി കേന്ദ്രത്തിന് കൈമാറുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ തൃശൂർ ജില്ലയിലെ കൊരട്ടിയെയും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് സനീഷ് കുമാർ ജോസഫ് MLA കത്ത് നൽകി. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിലും മറ്റ് മത്സര പരീക്ഷകളിലും സമഗ്ര പരിഷ്കാരങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. സംസ്ഥാനത്തെ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 1320 രൂപയാണ് കുറഞ്ഞത്. മേലൂർ കുന്നിൽ കിണറ്റിൽ വീണ അമ്മയെയും കുഞ്ഞിനെയും എയർഫോഴ്സ് എത്തി രക്ഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.